ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. ഇവിടെ കാണിക്കുന്ന നമ്മുടെ സെറ്റ് ലീഡർ പറയുകയാണ്, ഇന്നല്ലേ സാധാരണ സെറ്റുകാർ വരുന്ന പ്രിപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയോ സെറ്റ് ലീഡർ? എന്നിട്ട് യോഗൻ പറയുന്നു, ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ല, അവരെ സ്വീകരിക്കാനുള്ള പ്രിപ്പറേഷൻസിൽ സെറ്റ് ലീഡർ നല്ലത്. എന്നിട്ട് സെറ്റ് ലീഡർ മനസ്സിൽ പറയുകയാണ്, പണ്ട് ഇവിടെ ഫുഡും കുറവായിരുന്നു, ആ ട്രെയിനിങ് ഗ്രൗണ്ട് തകരാറുമായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം ആ നാണംകടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആലോചിക്കും തോറും അവൻ എത്ര ഗ്രേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ ചൂമ്യം അവൻ നമ്മളെ എന്തോരം ഹെൽപ്പ് ചെയ്തു. ആ ഫുഡും താമസം മാത്രമല്ല, അതിനേക്കാളും ഉപരി മൗണ്ട്ഫയുടെ ഡിഗ്നിറ്റി അവൻ തിരിച്ചു കൊണ്ടുവന്നു. യൂബനാണ് ആ ചായ എന്ന് പിടിച്ചിട്ട്. അപ്പോൾ സെറ്റ് ലീഡർ അത് കണ്ടിട്ട്, എങ്ങനെയുണ്ട് ചായ? ഈ പ്രാവശ്യം ടേസ്റ്റ് കുറച്ച് ഡീപ്പറാണെന്ന് തോന്നുന്നു. ഞാൻ ഓർത്ത് അത് കുറച്ച് ലൈറ്റർ ആയിരിക്കുന്നു, കാരണം ഈ ഇലകൾ കുറേ ഡ്രൈ ആയതല്ലേ. ഉണ്ട് സെറ്റ് ലീഡർ പറയുന്നു, ശരിയായി ട്രൈ ചെയ്ത പ്ലം ബ്ലോസം ഈസിന് ഡീപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഇത് 10 വർഷം കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് മൗണ്ട്ഫ സെറ്റും. എന്ത്? ഞാൻ സെറ്റ് ചുമ്മാ നിലനിർത്തിക്കൊണ്ട് പോയെന്നേ ഉള്ളൂ. ഇത് പഴയ ഫോർമലായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാലും ദിവസവും കഴിഞ്ഞു പോകാൻ തന്നെ പാടായിരുന്നു. പക്ഷേ ഞാനതെല്ലാം സഹിച്ചു. ഒടുവിൽ ഒരു മാറ്റം സംഭവിച്ചു. ആലോചിക്കുവാണെങ്കിൽ കുറേയധികം സ്ട്രാറ്റജീസിനേക്കാളും നല്ലത് ഇങ്ങനെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. യോഗൻ പറയുന്നു, അപ്പോൾ ഞങ്ങൾ മാത്രമല്ലല്ലേ ഇമ്പ്രൂവ് ആയത്. സെറ്റ് ലീഡർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈം കഴിഞ്ഞതാണ് ഞാൻ ഓർത്തത്. പാത്ത് ഓഫ് ടോയിസം ഫോളോ ചെയ്യുന്ന ഇദ്ദേഹം ഉറപ്പായിട്ടും ഇനിയും ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഇദ്ദേഹം ശരിക്കും ഒരു റിലയബിളായ സെറ്റ് ലീഡറാണ്. ഇപ്പോൾ യോഗൻ പറയുന്നു, മൗണ്ട്ഫ സെറ്റിന് അതിൻ്റെ ഫോർമർ ഗ്ലോറീസിലേക്ക് എത്തണമെങ്കിൽ അതിന് സെറ്റ് ലീഡറിനെ വേണം. അങ്ങനെ നടക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ ഇതെല്ലാം എൻ്റെ എഫേർട്സ് കൊണ്ട് മാത്രമല്ല അച്ചീവ് ആയത്, നമ്മുടെ ഡിസിപ്ലിൻസിൻ്റെ ഹാർഡ് വർക്കും കൂടിയാണ്. അപ്പോൾ യോഗൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ എഫേർട്സ് കൊണ്ടല്ലെന്നോ? എന്തുകൊണ്ട്? എനിക്ക് എന്താണ് കുറവെന്ന് എനിക്കറിയാം. ഈ മൗണ്ട്ഫ സെറ്റിങ്ങിൽ തകരാറായിരുന്നില്ലെങ്കിൽ ഞാൻ സെറ്റ് ലീഡർ ആകുമായിരുന്നോ? എൻ്റെ സീനിയർ ബ്രദേഴ്സ് മൗണ്ട്ഫ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ സ്ക്രിപ്റ്റേഴ്സൊക്കെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ യോഗൻ പറയുന്നു, അവർ പോയതുകൊണ്ട് അവർ മൗണ്ട്ഫ സെറ്റിൻ്റെ ലീഡറാകാൻ യോഗ്യതയില്ലെന്ന് തെളിയിച്ചു. നിങ്ങളാണ് യഥാർത്ഥ സെറ്റ് ലീഡർ ഓഫ് മൗണ്ട്ഫ സെറ്റ്. ഇത് കേട്ടിട്ട് നമ്മുടെ സെറ്റ് ലീഡർ ഒന്ന് ചിരിച്ചിട്ട് എന്നിട്ട് സെറ്റ് ലീഡർ ചോദിക്കുക, അപ്പം സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അവരവരുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ റെസ്റ്റ് എടുക്കുവാണ്. പിന്നെ സെറ്റ് ലീഡർ, എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ പേടിയാണ്. പേടിയോ? നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഡിസിപ്ലിൻസിനെ കൊണ്ട് സദീന സെറ്റിനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്? അല്ല, എനിക്ക് അവരെ വിശ്വസിക്കണം എന്നറിയാം. പക്ഷേ നിങ്ങൾക്കറിയില്ലേ സെറ്റ് ലീഡർ? സെറ്റ് ലീഡറാണ് ആ ചായ എന്ന് കുടിച്ചിട്ട്. അപ്പോൾ തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസോ? എന്ത്? തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസും ഇതിൽ പങ്കെടുക്കാൻ പോവില്ലേ? അപ്പോൾ അവിടെ പ്രിപ്പറേഷൻസ് എങ്ങനെയുണ്ട്? അത് അവർ നല്ലതായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. നോക്കുവാണെങ്കിൽ അത് വെറും പാടായ ട്രെയിനിങ് എന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് യോഗൻ പറയുന്നു, അവർ സെറ്റിൽ ജോയിൻ ചെയ്തിട്ട് ഒത്തിരി നാളായില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ്? എന്നിട്ട് സെറ്റിലോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ ഒരു മല കടന്ന് അപ്പുറത്ത് പോകണം, എന്ത് ചെയ്യും? ഒരു വഴി ഉണ്ടെങ്കിൽ നീ ആ വഴി ഉപയോഗിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പോകും. പക്ഷേ സ്വന്തം ആ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ അത് മറികടന്ന് പോകും? അപ്പോൾ യോഗൻ പറയുകയാണ്, എന്നെക്കൊണ്ട് സാധിക്കില്ല സെറ്റ് ലീഡർ. അതിനർത്ഥം നിനക്ക് വേറെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ലെന്നാണ്. ആൻഡ് സെറ്റ് ലീഡർ, ഈ മൗണ്ട്ഫ സെറ്റും ഈ കോൺഫറൻസും അതുപോലെയാണ്. ഇവിടെ തോക്കുന്നോ ജയിക്കുന്നോ ഇമ്പോർട്ടൻ്റ് അല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് ഇമ്പ്രൂവ് ആകുമെന്നാണ്. യോഗനാണ് എന്ന് ആലോചിച്ചിട്ട്, നിങ്ങൾ ശരിയാണ് പറഞ്ഞ സെറ്റ് ലീഡർ ആണെങ്കിൽ ഈ യോഗനെ നോക്കിയിട്ട്, ആൻഡ് സെറ്റ് ലീഡർ, ഗസ്റ്റ് എല്ലാം ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് വരുന്നത്, അപ്പോൾ അവരെ നല്ല രീതിയിൽ സ്വീകരിക്കണം, ഒരു ഇഷ്യൂവും വരാൻ പാടില്ല. അപ്പോൾ യോഗം പറയുന്നു, സാർ വാങ്ങുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞു, അപ്പം ഉറപ്പായിട്ടും ഒരു പ്രോബ്ലം വരില്ല. പക്ഷേ സ്വാധീനിച്ചിട്ടാരെ എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിക്കും, അതിനെപ്പറ്റി ഒത്തിരി ആലോചിക്കണ്ട, എല്ലാം നന്നായിട്ട് നടക്കും. ശരി സെറ്റ് ലീഡർ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് യോഗൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത് കാണിക്കുന്ന സെറ്റ് ലീഡറാണ് ഞാൻ മനസ്സിൽ പറയുന്നത്, തോക്കുന്നതോ ജയിക്കുന്നതോ ഇമ്പോർട്ടൻ്റ് അല്ലെന്ന്. ഒരു ടോസ്റ്റ് എന്ന നിലയിൽ ഒരു കുഴപ്പമില്ലാതെ ഞാൻ കള്ളം പറഞ്ഞു. പാസ്റ്റിലെയും ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് 7 പ്ലം ബ്ലോസം സോ ടെക്നിക് ഉണ്ടെന്നാണ്. പക്ഷേ ഇതുപയോഗിച്ച് മാത്രം മൗണ്ട്ഫയുടെ പാസ്റ്റിലെ ഗ്ലോറി കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആ പ്ലം ബ്ലോസം സോ ടെക്നിക്ക് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ. അടുത്തത് കാണിക്കുന്ന ഒരു സിറ്റിയാണ്. അവിടെ ഒരാൾ, സീനിയർ ബ്രദർ, ഈ മൗണ്ട്ഫ സെറ്റ് ശരിക്കും പാസ്റ്റിലെ 10 ഗ്രേറ്റ് സെറ്റിൽ ഒന്നായിരുന്നോ? ഇത് പറയുന്ന ജിയോങ് സിയോഹാൻ, സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ ഓഫ് സദേൺ സെറ്റ്. അങ്ങനെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൻ്റെ അടുത്തുള്ള വില്ലേജ് ഇത്ര മോശവും ചെറുതുമാണല്ലോ. അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇത്രയും സൈസുള്ള ഈ വില്ലേജ് ഇവിടെ വരാൻ തന്നെ കാരണം മൗണ്ട്ഫയാണ്. പണ്ടത്തെ മൗണ്ട്ഫ സെറ്റ് അത്രയധികം പവർഫുള്ളായിരുന്നു. പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വില്ലേജ് ഇത്രയധികം വളർത്തിയെടുത്തു. ഇത് പറയുന്നത് നമ്മുടെ ചിം ഗ്യൂ യോങ്, സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ ഓഫ് സദേൺ സെറ്റ്. അതെല്ലേ? പക്ഷേ അവരിപ്പം ശരിക്കും താർന്നല്ലേ?
എനിക്കിപ്പോഴും മനസ്സിലാവില്ല എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇവൻ്റ് നടത്തുന്നത്. നമ്മുടെ ലെവൽ അവരെക്കാളും ഉയർന്നതല്ലേ, എന്നിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആ സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ പോരെ നമുക്ക്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ സെറ്റിലെ എൽഡേഴ്സ് എന്തെങ്കിലും പ്ലാൻ കാണും. അപ്പം നീ പറയുന്നത് സൂക്ഷിക്കുക. എനിക്കറിയാം, പക്ഷേ ആ ഡിസ്പ്ലാണ് ഒന്ന് പുറകോട്ട് നോക്കി. അവിടെ നമ്മുടെ സോംബാഗിൽ സോംബാഗിലിനെ നോക്കിയിട്ട് ഇവിടെ വരുന്നതിന് ഒരു കാരണമെങ്കിലും ഉണ്ടല്ലോ. നമ്മൾ ഇവനെ നാണം കെടുത്തിയതിന് ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യും. പക്ഷേ സോംബാഗിലേക്കാണ് ഒരു റിയാക്ഷനും ഇല്ല. ഒരു റിയാക്ഷനും ഇല്ലല്ലോ അവന്. ആ ഇൻസിഡൻറ്റിന് ശേഷം ഇവൻ ഭയങ്കരമായിട്ട് സൈലൻ്റാണ്. ഇപ്പോൾ എന്ത് ബോറാണ് എന്ന് പറഞ്ഞിട്ട് ആ സീനെ പറയുകയാണ്. എന്നിട്ട് അവരങ്ങോട്ട് പോകുന്നു. അവിടെ നമ്മുടെ സോംബാഗിലിയാണ് മൗണ്ട് ഫസറ്റിനെ നോക്കിയിട്ട്. മൗണ്ട് ഫസറ്റ് പണ്ട് ലാസ്റ്റ് ഇവിടെ ഞാൻ വന്നപ്പോഴുള്ള ഈസി മൈൻഡ് സെറ്റിലിനെക്കാളും ഇപ്പോൾ മൗണ്ട് ഫസറ്റ് കാണുമ്പോൾ എനിക്ക് അവനെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു ടൈഗറിൻ്റെ ഡെന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഡിസിപ്പിൾസ് ആണെങ്കിൽ മൗണ്ടിലേക്ക് നടന്നു പോകുന്നു. അപ്പോൾ അവർ പറയുകയാണ് അവരുടെ മൈൻഡിൽ എന്തായിരിക്കും ഇതുപോലത്തെ സ്ഥലത്ത് ഈ ടൂറിസ്റ്റ് ഹാൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഈ കംപ്ലയിൻറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സീനിയർ പറയുകയാണ് അവരിവിടെ ടൂറിസ്റ്റുകൾ വെക്കാൻ കാരണമുണ്ട്. അവർ ഈ പ്ലേസ് ചൂസ് ചെയ്യാൻ കാരണം നേച്ചറിനോട് കുറച്ചുകൂടെ ക്ലോസർ ആകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ടൂറിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് പഠിക്കാനും സ്വയം മനസ്സിലാക്കാനും സാധിക്കും, പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ഉറപ്പായിട്ടും അവർ ഈ സ്ഥലം തന്നെയായിരിക്കും ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ സീനിയർ അത് മൗണ്ട് ഫസറ്റുമായിട്ട് എന്താ ബന്ധമുള്ളത്? അവരിൽ പകുതി പേര് പോലും ടൂറിസ്റ്റ് അല്ല, പിന്നെന്താ? നീ ഇപ്പോൾ ഇത് വുഡാങ് സെറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നെങ്കിൽ മനസ്സിലാവും, പക്ഷേ ഇവർ അതെ ശരിയാണ്. എന്നിട്ട് വേറെ സീൻ അവിടെ നിന്ന് പറയണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ചെങ്കിലും എൻജോയ്മെൻറ്റ് വേണം. പക്ഷെ അവരാണ് നമുക്ക് തരുന്ന കുറേ പച്ചക്കറികളും തയ്യാറായ ബിൽഡിങ്ങിൽ താമസവും. അപ്പോൾ വേറെ സീന പറയാം അവരിന്ന് ഫുഡൊന്നും പ്രതീക്ഷിക്കുന്നില്ല, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. ഞാൻ കേട്ടത് ബക്കർ സെറ്റിന് ഇതിനേക്കാളും നല്ല സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ വേറെ സീന മറ്റേ എൽഡസ്റ്റ് സീനോട് നിന്ന് ചോദിക്കുവാണ്. എൽഡസ്റ്റ് സീന അപ്പോൾ ഇത് നിർത്താറായില്ലേ? ഇവിടെ വരുന്നത് തന്നെ നമ്മളെ സഫർ ചെയ്യിപ്പിക്കുകയാണ്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ആ എൽഡസ്റ്റ് സീനോട് പറയണം നിങ്ങളെല്ലാം അത്ര ഹാപ്പി അല്ലെന്ന് അറിയാം, പക്ഷെ ഒന്ന് ശാന്തനാകുക. നിങ്ങൾക്കറിയോ നമ്മുടെ സെറ്റിലെ ഹയർ അപ്സ് എന്താണ് മൗണ്ട് ഫസറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതെന്ന്? അതും എനിക്കറിയില്ല. അവരെന്തുകൊണ്ടാണ് മൗണ്ട് ഫസറ്റിൻ്റെ മാർഷൽ ആർട്സിനോട് അത്രയധികം ഒബ്സസ്ഡ്? എൽഡസിനോടാണ് നോക്കിയിട്ട് ഏതാണ്ട് അവരുടെ ടെക്നിക്കിൽ എന്തോ ഹിഡൻ പവർ ഉള്ള പോലെ. അപ്പോൾ വേറെ സീനാണ് ഹിഡൻ പവറോ? അവർക്ക് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ഥിതിയിലേക്ക് തന്നെ പോയേനെ. ഇല്ലെങ്കിൽ അവരതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ ഇങ്ങനെ തകരായ സ്ഥിതിയിൽ നിൽക്കാൻ വേണ്ടി? അവർ പണ്ട് എന്തായിരുന്നതല്ല, അവർ ഇപ്പോൾ എന്തായിരുന്നതാണ് കാര്യം. ഇവൻ പറയുന്നത് ശരിയാണ്. അവരെന്തായാലും ഇനി വരുന്ന 100 വർഷം ഇതുപോലെ തന്നെ പോകും. 10 ഗ്രേറ്റ് സെറ്റ് എന്താ തമാശ? എനിക്ക് പേടി അവരുടെ റെപ്യൂട്ടേഷൻ തകരുന്നതിനൊപ്പം തന്നെ നമ്മുടെ റെപ്യൂട്ടേഷൻ അവരെ താക്കുന്ന. അപ്പോൾ അവിടുത്തെ സോംബാഗിലി നിങ്ങളവരെ കൂടുതൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നിങ്ങളെ നാണം കെടുത്തേക്കാം. ഇതൊക്കെ കേട്ടിട്ട് ആ സീനിയേഴ്സ് ഞെട്ടിപ്പോയി. വേറെ സീനിയർ പറയുകയാണ് നീ ഇത് സ്വയം പറയുവാണോ? വിഷമിക്കേണ്ട സീനപ്പ, നിങ്ങൾ ചെയ്ത പോലെ അവരെ പൊക്കി കാണിക്കുന്ന രീതിയിലൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത്, നിങ്ങളുടെ ഗാർഡ് ഡൗൺ ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഗാർഡ് ഡൗൺ ചെയ്ത് എന്ത് പറ്റും? ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, നിങ്ങൾ ചെയ്തതിൻ്റെ പൈസ നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ അവിടുന്ന് വരാണ് പറയുന്നു അവൻ പറഞ്ഞത് തെറ്റല്ല. ഡിസിപ്പിൾസൊക്കെ അങ്ങോട്ട് നോക്കിയപ്പോൾ എൽഡർ നടന്നു വരുന്നു. അയാളുടെ പുറകിലാണ് കുറേ വേറെ അധികം ഡിസിപ്പിൾസും. എൽഡർ പറയുകയാണ് എയിംഹോ മർച്ചൻ്റ് ഗിൽഡുമായിട്ട് സംഭവിച്ച കാര്യം നിങ്ങൾ മറന്നോ? അപ്പോൾ ഡിസിപ്പിൾ ഇല്ല ഞങ്ങൾ മറന്നില്ല, നമ്മൾ അത്രയധികം നാണം കെട്ടു ആ സെറ്റിന് മുമ്പിൽ. നിങ്ങൾക്കറിയോ സെറ്റിലർ എന്തോരധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്ന് അതിന് ഈ കാര്യത്തിൽ. ആ ഇൻസിഡൻ്റാണ് ഏറ്റവും അധികം നമ്മൾ നാണം കെട്ടത്. സെറ്റ് ലീഡർ പറഞ്ഞു ഈ കോൺഫറൻസ് വഴി ഈ മൗണ്ട് ഫസറ്റുമായിട്ടുള്ള സകല റിലേഷൻഷിപ്പും സ്റ്റോപ്പ് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഗാർഡ് ഡൗൺ ചെയ്ത് നാണം കെട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ക്ഷമിക്കില്ല. ഒരു യുദ്ധക്കളത്തിൽ എന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം. എങ്ങനെയാണ് ഒരു സിംഹം തൻ്റെ സകലത് ഉപയോഗിച്ച് ഒരു മുയലിനെ വേട്ടയാടുക, അതുപോലെ നമ്മുടെ ഗോള് ചുമ്മാ മൗണ്ട് ഫസറ്റിനെ ഡിഫീറ്റ് ചെയ്യുക മാത്രമല്ല, അവർക്ക് ലാസ്റ്റായിട്ടുള്ള ആ സ്പിരിറ്റ് തകർക്കുകയും കൂടിയാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാവരും ഒരുമിച്ച് സെറ്റിലടോ നിങ്ങളെല്ലാം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോകാം. അടുത്ത് കാണിക്കാൻ ആ ഡിസിപ്പിൾസ് എല്ലാം ആ മൗണ്ട് ഫ കയറി വരുന്നതാണ്. അവർ ഒടുവിലാണെങ്കിൽ മൗണ്ട് ഫയുടെ ഫ്രണ്ടിലെത്തി. അവിടുത്തെ ഗേറ്റ് കണ്ടിട്ട് ഈ ഗേറ്റ് എന്താണ് ഇത്ര നല്ല കണ്ടീഷനിൽ? അപ്പോൾ എൽഡസ്റ്റ് ഡിസിപ്പിൾ മനസ്സിൽ എയിംഹോ മർച്ചൻ്റ് ഗിൽഡിൽ ഇവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ എന്നിട്ട് ഈ സമയം കൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തോ? എന്നിട്ട് ഈ ഗേറ്റും ഇത്ര സമയം കൊണ്ട് ബിൽഡ് ചെയ്തോ? അത് ഇമ്പോസിബിളാണ്. അപ്പോൾ അവിടെ എൽഡർ ആരോടൊക്കെയോ ബെഗ് ചെയ്ത് അവർ കുറച്ച് ഫോർച്യൂൺ നേടിയെടുത്തു എന്ന് തോന്നുന്നു. അതിനുശേഷം അവർ ഈ ഗേറ്റ് ഫിക്സ് ചെയ്ത് കാണും. നിങ്ങൾ വിഷമിക്കേണ്ട,
അവരിപ്പോൾ ഈ ഗേറ്റ് റീബിൽഡ് ചെയ്താലും അവരാരാന്നുള്ള കാര്യം ഫണ്ടമെൻ്റലായിട്ട് ചേഞ്ച് ആവില്ല. എന്താ ആവശ്യമില്ലാത്ത കാര്യമാണ് അവർ ചെയ്തത് എന്നും പറഞ്ഞ് അവർ അങ്ങോട്ട് പോകുന്നു. അവിടെ നമ്മുടെ ഗേറ്റ് തുറന്നു എൽഡർ. നമ്മുടെ എൽഡർ ആയിട്ട് പറയുന്നു, ഇതൊരു ടഫ് ജേർണി ആയിരിക്കണം എൽഡർ. ഇതിലേ വന്നാലും ഞാൻ യോങ് ഫാൻ എൽഡർ ഓഫ് മോഫാസെറ്റ്. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് കേട്ടിട്ട് എൽഡർ, എന്താ സെല്യൂറിൽ വന്നില്ലേ? അപ്പോൾ യോങ് ഫാൻ പറയുന്നു, ചെല്ലിരുന്ന് അകത്തുണ്ട്. പക്ഷേ സെറ്റ് എൽഡറിനാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറയുന്നു, ഇത്ര ദൂരം സഞ്ചരിച്ചു വന്ന ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ നിങ്ങളുടെ സെറ്റ് ലീഡർ വന്നില്ലേ? അപ്പോൾ യോങ് ഫാൻ മനസ്സിൽ, എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഒരു എൽഡർ സെറ്റ് ലീഡറിനെ കാണുമെന്ന് പറയുന്നത്. ഇവൻ ഒരു മാനേഴ്സും ഇല്ല. അവൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ കണ്ടില്ലേ? ഇവിടേക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടാക്കും തന്നെയാണ് അവനെ കാണുമ്പോൾ തോന്നുന്നത്. പുള്ളി ഒന്ന് ശ്വാസം ഒന്ന് എടുത്തിട്ട്, ഇതിലെ വന്നാലും സദേൺ സെറ്റിലെ ഡിസിപ്പിൾസിനും നിങ്ങൾക്കും വേണ്ടി ഒരു വെൽക്കമിങ് ബാങ്ക്വറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബാങ്ക്വറ്റ് എന്നിട്ട് എൽഡർ ചോദിക്കുകയാണ്, മൗണ്ട് ഫോസറ്റ് ഓർത്തേക്കുന്നത് ഈ ഇവൻ്റെ ചുമ്മാ തിന്നാനും ഉറങ്ങാനും വേണ്ടിയൊക്കെയാണെന്നാണോ? ഒരിക്കലും ഇല്ല. എന്നാൽ ശരി, ഞങ്ങളുടെ ലീഡ് ചെയ്യും. എനിക്ക് സെറ്റ് ലീഡറിനെ ആദ്യം കാണണം. എന്നിട്ട് എൽഡർ നടത്തേക്ക് നടന്നു പോകുന്നു. അത് നടന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ എൽഡർ മനസ്സിൽ പറയുകയാണ്, അവർക്ക് എന്തോരെ ഫണ്ട് കിട്ടിയെന്ന് ഇത് കാണുമ്പോൾ ഉറപ്പല്ലേ? അവർ കിട്ടിയ ഫണ്ട് വെച്ച് ആദ്യം തന്നെ അവരെ ഗേറ്റ് റീബിൽഡ് ചെയ്തു. അതിനർത്ഥം അകത്തെ കണ്ടീഷൻ ഭയങ്കര മോശമായിരിക്കും എന്നാണ്. പക്ഷേ എൽഡർ പെട്ടെന്നാണ് താഴേക്കൊന്ന് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇത് മണലുകൊണ്ടല്ല ട്രെയിനിങ് കൊണ്ടല്ലേ? പുള്ളി ഒന്ന് ഞെട്ടിയിട്ട് ആ ബിൽഡിംഗ് ഒക്കെ നോക്കി. ആ ബിൽഡിങ്ങിൻ്റെ കണ്ടീഷൻ വരെ ഇപ്പം നല്ലതാണല്ലോ. അവർ ഗേറ്റ് മാത്രമല്ലേ റീബിൽഡ് ചെയ്തേ? അപ്പം പറയുന്ന യോങ് ഫാൻ, എന്ത് പറ്റി? അപ്പോൾ എൽഡറാണെന്ന് ഞെട്ടിയിട്ട്, ഒരുപാട് ഇവിടെ മാറ്റങ്ങൾ വന്നല്ലോ. അപ്പോൾ മൗണ്ട് ഫോസറ്റിന് ഇത്രയധികം പണം ഉണ്ടായിരുന്നോ? എന്തായാലും സ്വയം റെപ്യൂട്ടബിളാണെന്ന് കരുതിയിരിക്കുന്ന ഈ സെറ്റ് ഒരിക്കലും മോഷണത്തിലേക്ക് തിരിയില്ല. ഇത് കേട്ട് യോങ് ഫാൻ, മോഷണോ? യോങ് ഫാൻ നല്ല പോലെ ദേഷ്യം വന്നു. പുള്ളി പറയുന്നു, നിന്റെ വാക്കുകൾ സൂക്ഷിക്കുക. ഞങ്ങളെ മോഷ്ടാക്കളെന്ന് വിളിക്കാൻ പറ്റില്ല. അത് തികച്ചും എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ്. മിണ്ടാതിരിക്കെ. ഇത് കേട്ടിട്ട് എൽഡർ, നീ എന്താ പറഞ്ഞേ? എന്ത് പറ്റി? നീ എന്താന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞേ? അതോ? അന്ത് MC ആണെങ്കിൽ ജോഗലിനെ നോക്കി പറയുകയാണ്, ഒത്തിരി ഒന്നും ഓടിയില്ല, എന്നിട്ട് നിനക്ക് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? വിഡ്ഢിത്തരം പറയാതെ നന്നായിട്ട് ഓടാൻ നോക്ക് എന്നും പറഞ്ഞ് MC ആണ് അവൻ്റെ കാര്യം ഒറ്റത്തൊലി. വേദന എടുത്തിട്ടാണ് ജോഗൽ അവിടെ വീണുപോയി. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇവന്മാരുടെ അടുത്തായിരുന്നു പറഞ്ഞേ. സോറി, നിങ്ങളത് കേട്ടായിരുന്നല്ലേ? എൽഡർ ആണ് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വന്നു. പുള്ളി മനസ്സിൽ പറയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ അത് ഞാൻ വിശ്വസിക്കുന്നു? എൽഡറാണ് പറയാണ്, നീ അപ്പം തന്നെ പുറങ്ങുവരാണോ? എന്തോ എൽഡർ ശാന്തനാണ്. ഒരു കൊച്ചു കുട്ടിയായിട്ട് വഴക്കുണ്ടാകുന്നതിന് കാര്യമില്ല. എന്നിട്ട് ഡിസിപ്ലിനാണെങ്കിൽ MC എടുത്ത് ചോദിക്കുകയാണ്, നീ ആരാണെന്ന് പറയാമോ? ഞാനോ? ഞാനിപ്പോൾ പറഞ്ഞാലും ഞാനാണെന്ന് നിനക്ക് മനസ്സിലാവുമോ? അത് കേട്ടിട്ട് ഡിസിപ്പിൾ, ആർക്കറിയാം, ഒന്നും നിങ്ങൾ പറഞ്ഞു നോക്ക്. എന്നാൽ ശരി, ഞാൻ ചൂമ്യം. ഈ പേര് കേട്ട് ഞെട്ടിയിട്ട് ഡിസിപ്പിൾ, ചൂമ്യം? സദേൺ സെറ്റിനെ നാണം കെടുത്തിയ ആ മൗണ്ട് ഫോസറ്റിലെ ഡിസിപ്പിളിൻ്റെ പേരും ചൂമ്യം തന്നെയായിരുന്നു. പക്ഷേ ഇവൻ പ്രതീക്ഷിച്ചതിനേക്കാളും യങ്ങറാണല്ലോ. അപ്പം ഷാൻസിലെ ടോപ്പ് 10 ആയ ബിസിനസ് ഞങ്ങളുടെ നിന്ന് പോയതിന് കാരണം ഈ ചെറിയ ചെക്കനാണോ? അതൊരിക്കലും സംഭവിക്കില്ല. അപ്പം നീ ടോഗസ്കി ചൂമിങ് അല്ലേ? പക്ഷേ നീ ഇതുവരെയായിട്ട് മാനേഴ്സ് ലൈൻ ചെയ്തിട്ടില്ലല്ലോ. MC ആണെങ്കിൽ കയ്യെ നോക്കി ഒറ്റ കുതില്. എന്നിട്ട് പറയുകയാണ്, നീ എന്താ പറഞ്ഞേ? നീ ഒരുപാട് അകലെയാണ്ട് എനിക്ക് അത്ര കൃത്യമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞുകൂടാ? ഇത് കേട്ടിട്ട് ഡിസിപ്പിൾ, നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ. പക്ഷേ ഇത് കേട്ടിട്ട് ഡിസിപ്പിളിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈവൻ എൻ്റെ അടുത്ത് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ്. ടോം ബാഗ്ലിയുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ അവനവിടെ തെറിച്ച് വീണ് ചോര ശതിച്ചു. അങ്ങനെയുള്ളപ്പോൾ ഇനി ഒരിക്കലും സ്ട്രോങ്ങർ അല്ല. എന്നിട്ട് അങ്ങനെയുള്ള ഒരുത്ത അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. നീ തേർഡ് ക്ലാസ് പ്രിൻസിപ്പൾ അല്ലേ? അതിന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സീനിയറിൻ്റെ ലെവലാണ് നിനക്ക്. അപ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് തെറ്റല്ലേ? നിനക്കിത് മനസ്സിലാകും കുറച്ചെങ്കിലും മാലൈഫ് ഉണ്ടെങ്കിൽ. ശരിക്കും? MC ഒന്ന് ആലോചിച്ചിട്ട്, അത് ശരിയാണ്, നീ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ അടുത്തുള്ള എൽഡറിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കാവോ? എന്തെന്നാൽ സദേൺ സെറ്റിലെ ഒരു എൽഡർ സെറ്റ് ലീഡറിനെ കമാൻഡ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ പൊളൈറ്റാണ് ഞാൻ നിന്നെ ഇപ്പോൾ കമാൻഡ് ചെയ്യുന്നത്. ശരിയല്ലേ? ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതിനേക്കാളും വിപരീതമാണ്. ഞാൻ പറഞ്ഞത് വെച്ച് അവൻ എൽഡറിനെ ക്രിട്ടിസൈസ് ചെയ്തു. അവൻ എൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ എന്നെ അവൻ പെടുത്തി.
എഴുതി കഴിയട്ടെ ഡിസിപ്ലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ നീ പെട്ടെന്ന് എൽഡർ ശാന്തനാകും. എൽഡർ ആ ചെറിയ ചെക്കിന് വാക്കുകൾ നല്ലപോലെ ഉപയോഗിക്കാൻ അറിയാം. നീ ഇതെല്ലാം നിൻ്റെ സെറ്റ് ലീഡറിന് വേണ്ടി ചെയ്തുകൊണ്ട് നീ നിൻ്റെ റൂട്ട്നെസ്സിന് ഞാനൊന്നും ചെയ്യില്ല. ശരി, പക്ഷേ നിൻ്റെ റൂട്ട്നെസ് എൻ്റെ പോലെയല്ല. നിനക്കറിയോ കാര്യം എന്താന്ന്? ഇല്ല, അത് പവറാണ്. ഇപ്പം ചെയ്തത് തെറ്റാണ്. ആരില്ല ഇപ്പം അത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആരും പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് ചുമ്മാ വെയ്റ്റ്സ് മാത്രമായേനെ. പിന്നെ അതൊക്കെ പോയിന്റ് ചെയ്യാനുള്ള അതോറിറ്റി വരുന്നത് പവറിൽ നിന്നാണ്. ഒരു പവറും ഇല്ലാതെ റൂഡാകുന്നത്, അതാണ് ശരിക്കും റൂഡ്. എന്നിട്ട് എൽഡർ പറയാണ്, നിൻ്റെ ഈ ചെറിയ തെറ്റ് ക്ഷമിച്ചു വിടാം. പക്ഷേ ഒരു നാൾ ഈ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെ നിൻ്റെ തല തന്നെ പോയേക്കാം. അവൻ്റെ വാക്കുകൾ നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് എൽഡർ അങ്ങോട്ട് പോകുന്നു. കൂടെ ഡിസിബിൾസും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സോംബാഗ്നി പുള്ളിയാണെങ്കിൽ നമ്മുടെ MC നോക്കി തലയൊന്ന് എനിക്ക് റെസ്പെക്റ്റ് ചെയ്തു. MC തിരിച്ചും. ആ കള്ളന്മാർ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ ദേഷ്യം വന്നു. അതിന് ഉപരിയായിട്ട് അവൻ സെറ്റ് ലീഡറിനെ ഇൻസൾട്ട് ചെയ്തു. ഞാൻ കാര്യങ്ങളെ പീസ്ഫുള്ളായിട്ട് തീർക്കാമെന്ന് ഓർത്തെ. പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ തുടക്കം തന്നെ പ്രശ്നം ഉണ്ടാക്കണം. അവിടെ ഇരുന്ന് ജോബിൽ ചോദിക്കണം, നിനക്ക് ഭ്രാന്താണോ? നീ എന്താ അവിടെ ഉദ്ദേശിച്ചതോടെ? ഒരു സദൈന്യ സെറ്റിലെ എൽഡറിനോട് നീ ഇങ്ങനെ സംസാരിക്കുന്നു? അതൊരു എൽഡറാണെന്ന് നിനക്കറിയില്ലേ? MC ഇത് കണ്ടിട്ട് വീണ്ടും അവൻ്റെ ജോബിൻ്റെ കാര്യം തൊറ്റത്തൊലി ഒഴിച്ചു. ജോബിലാണെങ്കിൽ വേദന കൊണ്ട് കാണുന്നു. സീന ബ്രദേഴ്സ്, ആ നായകൾ എന്താ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആർക്കാണ് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നത്? അത് കണ്ടിട്ടും അത് ശരിയാണ്, ഞങ്ങൾക്കും അങ്ങനെ നിൽക്കണമെന്നില്ലായിരുന്നു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ശ്രദ്ധിക്കുക സീനിയർ ബ്രദേഴ്സ്, ആ നായകൾ നിങ്ങൾ അവാർഡ് എടുത്ത് തോൽക്കുന്ന ആ നിമിഷം എൻ്റെ കൈ കൊണ്ട് നിങ്ങൾ മരിക്കും. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ വേറെ എവിടെ തോറ്റാലും കുഴപ്പമില്ല, പക്ഷേ അവരുടെ മുമ്പേ തോക്കാൻ സമ്മതിക്കില്ല. ഇനി എൻ്റെ മരണത്തിൽ പോരും. പക്ഷേ അവരുമായിട്ട് ജയിക്കാനുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്ക്. എന്ത് കോൺഫിഡൻസ്? ജയിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കില്ലേ? അപ്പം മരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടാവും. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, തോൽക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ നിന്നെ ആ രീതിയിൽ തന്നെ കൊല്ലും. അപ്പോൾ എല്ലാ ഡിസിബിൾസും നമുക്ക് മനസ്സിലായി. അവിടെ ആ സീനിയർ ആണെങ്കിൽ നമ്മുടെ MC നോക്കുന്നു. എന്ത് പറ്റി? അവൻ നിന്നെ ബോദർ ചെയ്തോ? അല്ല, അവൻ ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാത്തത്. അവൻ്റെ പ്ലേസ് എന്താന്ന് പോലും അറിയില്ലേ? എൽഡസ്റ്റ് സീനിയർ അവനെ വിട്ടേക്ക്. കാര്യങ്ങൾ അറിയാതെ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് വീക്കിൻ്റെ പ്രിവിലേജസ്. ലോകം എന്തോരം വലുതാണെന്ന് അറിയത്തില്ലാത്ത കുട്ടി ഇതുപോലെയൊക്കെ പെരുമാറും. ഇതാലോചിച്ച് ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ മേലിൽ അവനെ ഉറപ്പായിട്ടും പണിഷ് ചെയ്യും. അപ്പോഴും അവൻ ഇവൻ്റെ ഈ വാക്കായെ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ആ ഡിസിപ്പിൾ പറയുകയാണ്, എനിക്ക് അതൊന്ന് കാണണം. അപ്പോൾ ഡിസിപ്പിൾ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട്, ഒരു ഓർത്തഡോക്സ് മാർഷൽ ആർട്ടിസ്റ്റായ നീ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ അവരല്ലേ നമ്മുടെ അടുത്ത് ആദ്യം ഫൈറ്റിന് വന്നത്? അത് ശരിയാണ്, അവരാണ് വന്നത്. പക്ഷേ സത്യം പവറുള്ള ആളുടെ അടുത്താണ്. ഒരു മാർഷൽ ആർട്ടിസ്റ്റ് അവൻ്റെ വാൾ ഉപയോഗിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇനിയിപ്പം ഒരുത്തൻ എന്തോരം സംസാരിക്കാൻ അറിയാമെങ്കിലും സിറ്റുവേഷൻ ചേഞ്ച് ആവില്ല. ഈ കോൺഫറൻസ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചൂമിയും